മലയാളികൾക്ക് ആര്യവേപ്പിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നതാണ് ഒരു ആര്യവേപ്പിന്റെ തൈയെങ്കിലും. ഇപ്പോ ഇല്ലാതായി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് വരെ ചട്ടിയിൽ ഒരു ആര്യവേപ്പ് വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. കാരണം എന്താണെന്നോ, മാറിയ ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ, ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം ആധുനിക ശാസ്ത്രം ഗ്യാസ്ട്രൈറ്റിസ്, IBD, IBS, അതുപോലെ സിബോ, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്, ഇങ്ങനെയൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന പലതരം ഉദരസംബന്ധമായ അസുഖങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് വളരെയധികം കൂടുതലാണ്. ഇതിന് പാരമ്പര്യമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു ചെറിയ സൂത്രമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഗ്യാസ്ട്രൈറ്റിസിനും സീബോയ്ക്കും ഒക്കെ, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്തിനും ഗ്യാസ്ട്രൈറ്റിസിനും IBSനും ഒക്കെ കാരണമായിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ സ്റ്റൊമക് ആസിഡ്സ് കൂടുന്നതല്ല, ഹൈപ്പർ അസിഡിറ്റി അല്ല, ഹൈപ്പോ അസിഡിറ്റി ആയിരിക്കും. അതായത് സ്റ്റൊമക് ആസിഡ്സ് കുറയുക എന്നുള്ളതായിരിക്കും. അതിനും അതുപോലെ തന്നെ പല വിധത്തിലുള്ള നമുക്ക് നമുക്ക് ദ്രോഹം ചെയ്യുന്ന ബാക്ടീരിയകൾ വയറിൽ വളരുന്നതിന്, നമ്മുടെ ഉദരത്തിൽ വളരുന്നതിന് വളരെയധികം ഫലപ്രദമാണ് ഈ ആര്യവേപ്പിന്റെ ഇല. ആര്യവേപ്പിന്റെ ഇലയിൽ അതിന്റെ ഗുണം ഒന്ന് ഓഗ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ കുരുമുളക് ചേർക്കുന്നത്. സ്വാമി നിർമ്മലാനന്ദഗിരിയാണ് എനിക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസിന്റെ ഇഷ്യൂ ഉണ്ടായിട്ട് അത് മാറ്റി തന്നത്. അതിന് വെറും 5 ദിവസം കൊണ്ടാണ് എനിക്ക് നല്ലൊരു ഫലം കിട്ടിയത്. ഇതുപോലെ 5 ആര്യവേപ്പിന്റെ ഇലയും അതിന്റെ കൂടെ 5 കുരുമുളകും ചേർത്ത് അരച്ച്, വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഒരു ചെറിയ ഉരുളയാക്കിയിട്ട് വെറും വയറ്റിൽ വിഴുങ്ങുക എന്നാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രശ്നം മാറുകയാണെങ്കിൽ, ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നം മാറുകയാണെങ്കിൽ ഒറ്റ ദിവസമേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. മാക്സിമം ഇത് 5 ദിവസമേ കഴിക്കാൻ പാടുള്ളൂ. ഒരു 8-9 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കേ ഇത് കൊടുക്കാവൂ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിന്റെ പകുതി കൊടുത്താൽ മതി. ഒരു 12 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ച അളവിന്റെ പകുതി മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കുട്ടികൾക്ക് വേണമെങ്കിൽ 2 തവണയായിട്ടും കൊടുക്കാം. രാവിലെ ഇതുപോലെ പകുതിയും രാത്രി മറ്റു പകുതിയും കഴിക്കാം. ഇനി ഒരു കാര്യം, ഇത് തീർത്തും കിട്ടില്ല എന്നുള്ള അവസ്ഥകളിൽ ഇതുപോലെ തന്നെ ആര്യവേപ്പിന്റെ ഇലയും കുരുമുളകും കൃത്യമായി ഈ അളവിൽ അരച്ചുണ്ടാക്കുന്ന നീം ആൻഡ് പെപ്പർ ഗുളിക നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, SBMൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരു പരിപൂർണമായ ചികിത്സയല്ല. വിശദമായ പരിശോധനകളിലേക്കും ചികിത്സയിലേക്കും പോകുന്നതിന് മുമ്പ് ചെയ്തു നോക്കാൻ പറ്റിയ ഒരു ഗൃഹവൈദ്യ പ്രയോഗമാണിത്.